പാവങ്കൂട് ഷാപ്പ് കൊള്ളാം. അത്യാവശ്യം രസമായിട്ടാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. എനിക്ക് മേക്കിംഗ് ആണ് പടത്തിന്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ബേസിലിന്റെ ലാസ്റ്റ് സൂക്ഷ്മദർശിനി കൊടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. ആ ഷെയ്ഡൊന്നും ഇല്ല. നെഗറ്റീവിന്റെ ആസ് യൂഷ്വൽ പെർഫോമൻസിൽ കുറച്ച് വെറൈറ്റി കാര്യങ്ങൾ കയറി വന്നിട്ടുണ്ട്. പോലീസ് വേഷം ആണെങ്കിൽ ആ സീരിയസ്നെസ് ഒന്നും ഇല്ല. പക്ഷെ അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്, ത്രില്ലർ എലമെന്റ്സ് ഉണ്ട്. ബേസിൽ അഴിഞ്ഞായിട്ടുണ്ട് പടത്തില്. ബേസിന്റെ പെർഫോമൻസ് എടുത്ത് തന്നെ പറയണം. അൻവർ ഷെയ്ദ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ ഈ പടത്തിലായിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാ ഏരിയയിലും അൻവർ ഷെയ്ദ് കയറി മേഞ്ഞിട്ടുണ്ട്. അതിന് പടത്തിന് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡയറക്ടർ തൂമ്പാന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഭയങ്കര വൈറലായിരുന്ന ഷോർട്ട് ഫിലിം ആയിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ഫ്യൂച്ചർ ഉള്ള ഒരു ഡയറക്ടറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പടത്തില് ഡയറക്ടർ എന്നുള്ളൊരു പോസ്റ്റിൽ പുള്ളി അടിപൊളിയായിട്ട് പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സൗബിന്റെ പെർഫോമൻസ് എടുത്തു പറയണം. ചെമ്പൻ വിനോദ്, നായിക, പിന്നെ ബേസില്. അപ്പം വന്നവരും പോയവരെല്ലാം അഴിഞ്ഞാടി പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും അത്യാവശ്യം എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ വൺ ടൈം വാച്ച് മൂവി തന്നെയാണ് ഷാപ്പുംകോട് എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. കൊള്ളാം, ത്രില്ലിംഗ് ആയിരുന്നു. കോമഡി ആണിതും നന്നായി പോകട്ടെ. ക്ലൈമാക്സിൽ നമുക്ക് വേണ്ട ടെസ്റ്റ് ഒരു ത്രില്ലറിന് വേണ്ട എല്ലാ സംഭവവും അതിനകത്തുണ്ട്. തുടങ്ങുന്ന ഷാപ്പിലാണ്, അവസാനിക്കുന്ന ഷാപ്പിലാണ്. ഒരു ഷാപ്പ് കഥ, ഷാപ്പിന്റെ കഥയാണ്. ഷാപ്പിന് മെയിൻ ക്യാരക്ടർ. പിന്നെ എടുത്തു പറയേണ്ട ARM മറ്റേ കൽക്കിയിലൊക്കെ വില്ലൻ, പുള്ളി പേര് ശിവജിത്ത്. അടിപൊളി സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. പുള്ളിയുടെ ഒരു കിഡിലൻ ആക്ഷൻ ഉണ്ട്. ഒരു മൂത്രപ്പുര ഫൈറ്റ് എന്നാണ് പറയാം. അത് അടിപൊളി ഫൈറ്റ് ആയിരുന്നു. തിയേറ്ററിൽ ശരിക്കും അത് നല്ല ഇമ്പാക്ട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ BGMs നൈസ് ആയിരുന്നു. സോ എന്തുകൊണ്ട് ഒരു പൈസ വസൂൽ പടം. നല്ല കിഡ്ലൻ പടം, നല്ല കിഡ്ലൻ കാസ്റ്റിംഗ് ആണ്. പിന്നെ സൗബിന്റെയും ബേസിലിന്റെ ഒക്കെ പ്രകടനം എടുത്തു പറയണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു അഭിനയ സാധ്യതയുള്ള പടങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഒരു നമുക്കൊട്ടും ലാഗില്ലാതെ ഒരുപാട് എൻഗേജ്ഡ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പടം. നല്ല കിഡ്ലൻ പെർഫോമൻസ് ആണ്. ബേസിലിന്റെ ഒക്കെ ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. ആ പുള്ളി എല്ലാ പടത്തിലും വെറൈറ്റി തിരഞ്ഞെടുക്കുന്ന ഒരാളാണ്. ടോട്ടലി എൻഗേജ്ഡ് ഉള്ള നല്ല അടിപൊളി മൂവി. സൂപ്പർ പടം. അടിപൊളിയാണ്. വ്യത്യസ്തമായൊരു പ്രണയമാണ് ഇതിൽ സ്വീകരിച്ചേക്കണം. ഡയറക്ഷൻ പക്ക. സൗബിൻ നമ്മളെ ഇതിലെ അഭിനയിച്ച ആർട്ടിസ്റ്റുകളൊക്കെ അടിപൊളിയാണ്. ചാന്ദിനി ഒരു തിരിച്ചുവരവ് തന്നെയാണ്. നല്ലൊരു റോളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ വില്ലൻ കഥാപാത്രമായിട്ട് വന്ന ആർട്ടിസ്റ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനും ക്യാമറ വർക്കും അതേപോലെ തന്നെ മ്യൂസിക്കിന്റെ ആയാലും എല്ലാം ആർട്ട് വർക്ക് ആയാലും ലൈറ്റിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. പ്രാവിൻകുട് ഷാപ്പ് എന്ന സിനിമ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ, വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ. ഇതിൽ പറഞ്ഞെങ്കിൽ ശ്രീനിവാസൻ എന്ന ഡയറക്ടർ നമ്മളെ നാട്ടിൻപുറത്തോട്ട് കൊണ്ടുപോയി ഒരു കള്ളുഷാപ്പിലോട്ട് കൊണ്ടുപോയി. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ ബേസിൽ ജോസഫ് ആകട്ടെ, സൗബിനാകട്ടെ, ചെമ്പമ്പിനാകട്ടെ, ഇതിൽ ഓരോ കഥാപാത്രങ്ങൾ നാട്ടിൻപുറത്തുകാരായിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും അതിൻ്റെതായിട്ടുള്ള നീതി പുലർത്തിയിട്ടുണ്ട്. കാരണം നമ്മ ബേസിൽ ജോസഫിനെയൊക്കെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളല്ല ഇതിൽ നല്ല ഉഷാറായിട്ടുള്ള നല്ല ചുറുചുറുക്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ്. പിന്നെ സൗബിന്റെ കഥാപാത്രം പറയണമെങ്കിൽ ഒരു പ്രായമായിട്ടുള്ള ഒരു കഥാപാത്രമാണെങ്കിലും അദ്ദേഹം മുടന്തി നടക്കുന്ന ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അഭിനയിക്കാൻ വേണ്ടി. ആ കഥ നോർമൽ ഡയലോഗാണ്, അവസ്ഥ നോർമലാണ്, എല്ലാം നോർമലാണ്. ആക്ടിങ് പോലും നോർമൽ രീതിയിലേക്ക് വരുന്നത്. ഇപ്പം ഡയറക്ഷൻ അടിപൊളിയാണ്, സ്ക്രിപ്റ്റും അടിപൊളിയായിട്ടുണ്ട്, ക്യാമറ അടിപൊളിയാണ്. BGMൽ ചില കല്ലുകടിയായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം അങ്ങനെ ഒരു കഥയായതുകൊണ്ടാണ്. അത്രയും വലിയ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യം നോർമലായിട്ട് പറഞ്ഞു പോകാമായിരുന്നു. പക്ഷേ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ സാധാരണ മനുഷ്യർക്ക് ഇത് പെട്ടെന്ന് കേട്ടതാണ്. കാരണം ഇത് ഇങ്ങനെ ക്യൂരിയോസിറ്റി ഇങ്ങനെ പോകണം, അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ കൊണ്ടുപോകും. അത്രയും വലുതായിട്ട് പോകുന്ന ആവശ്യമില്ലായിരുന്നു. നോർമൽ കഥയാണ്. നോർമലായിട്ട് പോയായിരുന്നെങ്കിൽ പടം നല്ല രീതിയിൽ ഹിറ്റായനെ. അതുപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്ന സൗബിനിക്കാണെങ്കിലും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെമ്പതിലോ പിന്നെ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന മലയാളത്തിലേക്ക് വരുന്ന തലമുറയിൽ ഏറ്റവും നല്ല നടനായിട്ട് മാറുന്നതാണ് ബേസിൽ ജോസഫ്. വലിയ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ആളുകൾ എന്നാലും ഒരു പതിവ് ശൈലിയിൽ വ്യത്യസ്തമായിട്ടുള്ള തോന്നുന്നു. ശ്രീയേട്ടൻ പറഞ്ഞ എന്തായാലും ആളുകൾ എടുക്കും എന്നുള്ളതാണ് സന്തോഷം. പണി കഴിഞ്ഞ് തിരിച്ചു വരും. എന്നിട്ടും അന്നത്തെ ദിവസം വാക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്തൊരു അറ്റാൻ മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. ബുദ്ധി കൂടാണ്. ബേസിലും സൗബിനിക്കാണെങ്കിലും അതിനോടൊപ്പം തന്നെ ഏറ്റവും നായകസ്ഥാനത്ത് വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുന്നത്? എനിക്ക് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് സൗബിക്കിൻ്റെ കൂടെയൊക്കെ. ആ ഒരു ബേസിലിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു കിടക്കുന്ന സീനാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. സൗബിക്കിൻ്റെ കൂടെയുള്ള ദിവസങ്ങളുണ്ട്. എല്ലാവരും കൂടെയുള്ള ഒരു ദിവസങ്ങൾ പറയാൻ നമുക്ക് ലേണിംഗ് പ്രോസസ് ഉണ്ട്. അവർ ചെയ്യുന്ന ഓരോ കാണുന്നുണ്ട്. ആ ഒരു 40 days ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു.
വലിയൊരു അനുഭവം തന്നെയായിരുന്നു. അവരുടെയൊക്കെ സപ്പോർട്ട് എത്രത്തോളം തീർച്ചയായിട്ടും ഇല്ല, നല്ല സപ്പോർട്ടാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അതിനെ പറയാൻ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ അൻവർക്കയും നമ്മുടെ സെറ്റിലുണ്ടായിരുന്നു. അദ്ദേഹം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമൊക്കെ ചെയ്തു. നല്ലൊരു ടീം വർക്ക് നല്ലൊരു ടീം വർക്ക്. നല്ല ടീം വർക്ക് അതാണ് എൻ്റെ ഒരു താങ്ക് യു. എക്സ്പീരിയൻസ് നല്ല അടിപൊളിയായിരുന്നു. കുറച്ചധികം ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ല. എങ്ങനെ തോന്നി കണ്ടപ്പോഴും? കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം കുറെ കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യം സ്ക്രീനിലെത്തിയപ്പോൾ ഒരു സന്തോഷം.